ഹലോ, മോനൂസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ല നമ്മൾ കണ്ടിട്ടല്ല, ഇപ്പം അങ്ങനെ എപ്പോഴും വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടോ വീട്ടിൽ വന്നിട്ട്, എൻ്റെ സ്വന്തം വീട്ടിൽ വന്നിട്ട് എന്താ ചാച്ചു എല്ലാവരും ഇങ്ങനെ കാര്യമായിട്ട് ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇന്ന് ഞാൻ തിരിച്ചു പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് സനുവൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സനുവിന് വഴി തെറ്റിപ്പോയി. അപ്പോൾ ഇവിടെ ഞങ്ങൾ പുതിയ വീടായതുകൊണ്ട് ഇവൻ അധികം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ കഴിഞ്ഞ് പിന്നെയും അങ്ങോട്ടേക്ക് ഇങ്ങനെ കുറേ ദൂരം പോയിട്ടാ ഇപ്പം വരുവാള്. മുന്നിൽ കൂടെ തന്നെ ഇത് ഇവിടെ ഞങ്ങളിപ്പം കുറച്ച് വാഴയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീട് ശരിക്കും കാണൂല. അപ്പം അവനിത് ശ്രദ്ധിക്കാണ്ട് നേരെ മുന്നോട്ടേക്ക് പോയി. ഇപ്പം അവിടെ നമ്മൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് തന്നെ കേട്ടോ, ഡാൻസിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ആൾത്തറയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ വരെ പോയി എന്നാ പറഞ്ഞാൽ ഇപ്പം ആൾ വരും. അപ്പോൾ നമുക്ക് നോക്കട്ടാ. പിന്നെ കൂടെ കുറേ ആൾക്കാരുണ്ട്. അവരാരൊക്കെയാണെന്നുള്ളത് ഞാൻ വരുമ്പം കാണിച്ചു തരാം. ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ, അധികം ഞങ്ങളുടെ വീഡിയോയിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെ. ഇവരിങ്ങോട്ടൊന്നും എങ്ങനെയാ വരുന്ന വന്ന് അപ്പോൾ ഇതാ വന്നേട്ടാ, ഇതാ വരുന്നുണ്ടേ, കാണുന്നുണ്ടോ? വന്നേ. ഹലോ, ഭയങ്കര വെയില്, വീട് കാണുന്നില്ല പോലും. ഞാൻ വിചാരിച്ചത് എനിക്ക് അറിയാന്നല്ലേ, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയൊന്നുമില്ല. അയ്യേ നാണക്കേടല്ലോ കൂട്ടാ. എന്നിട്ട് നിങ്ങൾ പിന്നെ മേലോട്ടേക്ക് കയറിപ്പോയോ? ഹലോ റോഷി, കണ്ട ആരല്ല ഉള്ളതെന്നുള്ളത്? കുട്ടൻ, റോഷി, റിയ ബേബി. ഹലോ ഹലോ. അയ്യോ ജമ്മോ, കുറേ ദിവസം കാണാത്തതിൻ്റെ എന്തൊക്കെയോ ഒഴുകുന്ന റിയ കുട്ടിയെ. ഹലോ, കയറിക്കോ, നല്ല വെയിലാന്നേ. ഞങ്ങൾ പോവാൻ റെഡി ആവുന്ന എന്നോട് പറയുന്നത് എൻ്റെ മടിയിൽ കിടക്കുന്നു. മടിയിൽ കിടക്കാനും മാത്രം ഞങ്ങൾ ഉണ്ടല്ലോ, അതിലുള്ളത് ഞങ്ങളുണ്ട്. ഈ റൗണ്ടിൽ കെട്ടണം. ചാച്ചിന്റെ ലോങ് ഹെയർ എല്ലാരും കാണട്ടെ. ചാച്ചിന് കണ്ട ഇപ്പൊ ഹെയർ നല്ല ലോങ് ഹെയർ ആയി, കണ്ടോ? എങ്ങനെയുണ്ട് ചാച്ചിന്റെ ഹെയർ സ്റ്റൈല്? എന്താ എന്റെ മോനെ, അവന്റെ കുറച്ചൊരു മടി കിടക്കട്ടെ, തട്ടി തരുമോ നമുക്ക്? എന്താടാ, ഞങ്ങൾക്ക് ഇങ്ങനെ മിന്നി മൗസിനെ പോലെ ഇവിടെ ഇങ്ങനെ ഹെയർ റൗണ്ടിൽ കെട്ടണം. അപ്പൊ ഇത് ഭംഗി ഉണ്ടാവൂല അല്ലേ? ഇങ്ങനെയാ ഭംഗി ഉണ്ടാവുക ചേച്ചി ഈ ഹെയറിന്. ഇത് കണ്ടോ, ഇതാ ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്ത ആ കലത്തിൽ. ഒരാൾക്ക് മടിയിൽ കിടക്കണം, ഒരാൾക്ക് മുടി കെട്ടണം. മടിയിൽ കിടക്കണം, അതങ്ങനെ കെട്ടിയിട്ട് രസം. എത്ര പ്രാവശ്യം ഇത് അയച്ചയച്ച് കെട്ടതെന്ന് അറിയോ? ഞാൻ എങ്ങനെ കെട്ടിയാലും എന്തേലും ഉണ്ടാവും. ചാച്ചന് പറയുന്നത് അത് പോരാ, ഇത് വേണം, അങ്ങനെ വേണം. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും. നിങ്ങൾ ഗേൾസിന് റെഡി ആവാൻ കുറേ ടൈം വേണം. ഇപ്പൊ ഓക്കെ ആണോ അച്ചു? എങ്ങനെയുണ്ട് ചോദിച്ചോക്ക് എല്ലാരോടും. സുന്ദരി ആയിനോ ചോദിച്ചോക്ക്. ചാച്ചുന് പോകാൻ ഭയങ്കര തിരക്കായി. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നേ. എൻ്റെ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല. കുറേ ദിവസമായിട്ട് ഞാനില്ലേ എപ്പോഴെങ്കിലും ഇങ്ങനെ വരലില്ലേ, അതുകൊണ്ട് എനിക്ക് സങ്കടം വരുന്നു ഭയങ്കരമായിട്ട്. മഴ വരുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, മഴ വരും വൈകുന്നേരം ആകുമ്പോഴേ അധികം ഇപ്പം മഴ വരലുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. ടാറ്റാ പോവാ. കിച്ചു എവിടെയാ പോകുന്ന? ഇച്ചൂട്ടാ എവിടെയാ പോകുന്ന? കക്കട്ടിൽ പോണ്ടോ? ആണോ? നമ്മൾ എസ്റ്റേറ്റ് എവിടെയാ? JCB ഉണ്ടേ, JCB ഇവിടെ. ഇന്നലെ JCB വന്നിട്ട് ഫുള്ള് ഭയങ്കര പണിയെടുക്കുന്നതിന് സമയം 5 മണിയായി. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ടാറ്റ പപ്പ, ടാറ്റ. ഉമ്മയുണ്ടോ പപ്പക്കും അമ്മമ്മക്കെല്ലാം? മഴയുണ്ട് ചുട്ടി, മഴയുണ്ട്. മഴയുണ്ട് ഇപ്പൊ, ചെറിയ വെയിലും മഴയായാലും എന്നാ പറയാന്നറിയാച്ചു? കുറുക്കന്റെ കല്യാണം പറയും. വെയിലും മഴയുള്ള സമയത്ത് ആ കുറുക്കൻ കല്യാണം കഴിക്കുക പോലും, ഫോക്സ് മാരേജ് ചെയ്യാ. ഇപ്പൊ ഫോറസ്റ്റിൽ ഫോക്സിന്റെ മാരേജ് ഉണ്ടാവും. നമുക്ക് പോവാ.
സനു അങ്ങോട്ടേക്കെല്ലാം നടന്നു. ഞങ്ങൾ സാധാരണ ഇവിടെ വന്നതിന് ശേഷം എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ റോഡ് മേലിൽ കൂടെ നടക്കലുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഞങ്ങൾ എനിക്കിങ്ങനെ പിടിയിലെല്ലാം പോവും. മഴ പെയ്യുന്നു. അമ്മമ്മേനെ വിളിക്കണേ, മോള് വിളിക്കണേ. ഞാൻ വിളിക്കണ്ടേ അമ്മ? നീ വിളിക്കണം പറയണ്ടല്ലോ. പപ്പ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി. പപ്പ ചാച്ചാ ഹലോ ഹലോ. എടാ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഇവര് ഭയങ്കര തിരക്കാ കടലെന്ന് തിരങ്ങില്. റിയ നീ എവിടെയുള്ള പറ. കിട്ടൂല വേണ്ട. എന്നാ സാനു ആ കടലതാ റിയ മേമേന്റെ അടുത്ത്. റിയ മേമ ചാച്ചന് കടല കൊടുക്ക്. ഞങ്ങളിപ്പോ എവിടെയുള്ള സാനു? ഡ്രൈവിംഗ് ബീച്ചില് വാക്വേയില് പുതിയ ഇപ്പൊ തുറന്നിട്ടുള്ള വാക്വേയിലാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട്. ഞങ്ങൾ ഇത്ര തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നേ. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ തിരക്കാ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കാന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ആൾക്കാരുണ്ട് ഉണ്ടോ. നടക്കുമ്പോൾ ആ ഒരു സുഖം കിട്ടുന്നില്ല. തിരക്ക് കൂടിയിട്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ പോയ പോലെ ഉണ്ട് കണ്ടോ. കുറേ കുട്ടികളെല്ലാം ഇവിടുന്ന് കളിക്കുന്നുണ്ട്. ചാച്ചും കളിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു, പക്ഷെ ഭയങ്കര തിരക്ക് കാരണം വലിയ സുഖം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കുട്ടിയൊക്കെ കളിക്കാൻ കുറേ സ്ലൈഡെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ അതുപോലെ നല്ല തിരക്കുണ്ട്. എനിക്കൊന്ന് ഇവിടെ വരുമ്പം ഇട ദിവസങ്ങളിൽ വന്നാൽ ഇത്ര തിരക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. സൺഡേ ആയതുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക്. ചാച്ചു അതിൽ കയറി നിന്നിട്ടുണ്ട്. അതാ ചാച്ചു. എങ്ങനെയുണ്ട്? വിട്ടാ നല്ലതാ. എവിടെയാ പോണ്ടതെന്ന് കൺഫ്യൂഷൻ. ചാച്ചു ഇതിലെല്ലാം കയറി നോക്കിയതാ. ഇതിലെല്ലാം കയറി നോക്കി. കയറിക്കോ. മേലെ തൊട്ടിട്ട് താഴോട്ട് ഇറങ്ങിക്കോ. ഒന്നുകൂടെ കയറിക്കോ. ആക്ച്വലി ഇതിങ്ങനെ മേലെ വരെ കയറാൻ കുറച്ച് വലിയ കുട്ടികളല്ല കയറുന്നു കൂടുതലും. മെല്ലെ ഒരു കാര്യം കാണിച്ചു തരേ. ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സ്റ്റൈലായിട്ട് ഹീലെല്ലാം ഇട്ടിട്ട് വന്നാണ്. ഇപ്പം അവസ്ഥ കണ്ട. റിയേ ഇങ്ങോട്ട് നോക്ക്. കുറേ നേരം ഹീലിട്ട് നടന്നിട്ട് കാല് വേനെടുക്കുന്നെന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെറും കാലോട്ട് നടക്കുന്നുണ്ട. ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകാൻ നോക്കുന്നതാണ്. അപ്പം തിരക്കിൻ്റെ ഇടയിലൂടെ അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇപ്പം 8:30 പിന്നെ ഇപ്പോഴും നല്ല തിരക്കുണ്ട്. ഞങ്ങൾ പിന്നെ എല്ലാം നല്ലോണം ക്ഷീണിച്ചു. നല്ല യാത്രയെല്ലാം കഴിഞ്ഞ് വരുന്നതല്ലേ. അപ്പം കളിക്കാം. കടലയോ കിച്ചുവിന് കടല വേണം. അപ്പം ഞങ്ങൾ കടലയെല്ലാം മേടിക്കാൻ വേണ്ടി അങ്ങ് തിരിച്ചു പോന്ന കേട്ടോ. ഈ ഭാഗത്തോട്ടൊന്നും അധികം ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടത്തേക്ക് വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ കുറച്ച് ഐസ്ക്രീമും കടലയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ഓപ്പണൊന്നും ആയിട്ടില്ല. അപ്പം ഭക്ഷണമൊന്നും കിട്ടൂല. പിന്നെ കിച്ചന് കടല വേണം എന്ന് പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നു. എല്ലാവരും നല്ല ടയേർഡായിട്ടുള്ളത്. പിന്നെ കുട്ടികൾ കളിക്കുന്ന കുറേ സ്ഥലങ്ങൾ അധികം എല്ലാം ഉള്ളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്. അവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് എൻഡിങ്ങിലൊക്കെ ഉണ്ടോയെന്ന് അറിയൂല. ഞങ്ങളിപ്പം അത് കുറച്ച് ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നു അല്ലേ. എല്ലാവരും ഓരോ സൈഡിൽ ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പോവാം. ഞങ്ങൾ വീട്ടിലെത്തി 12 മണിയാവാനായിട്ട്. നല്ല ടയേർഡായി. എല്ലാവരും കിടന്നുറങ്ങി. ഇത് ചാച്ചു ഉറങ്ങി. കുഞ്ഞാവെല്ലാം താഴെയുണ്ട്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. ചാച്ച ബൈ. സീ യു. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം കേട്ടോ. ചാച്ച.